ഓക്കെ, അപ്പൊ നമ്മള് ഈസോ ഫേബിള പഠിക്കുന്നേ. അപ്പൊ ഈസോ ഫേബിൾസ് കുഞ്ഞു കഥകളാവാൻ കാര്യം എന്താ? നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു, വൈ ഈസോ ഫേബിൾസ് ആർ ടു ഷോർട്ട്. ബാക്കിയുള്ളവർക്കോ? വൈ ഈസോ ഫേബിൾസ് ആർ ടു ഷോർട്ട്. എന്തുകൊണ്ടാ ഈസോ പറയുന്നത് വളരെ ഷോർട്ട് ആയിട്ട്? പറഞ്ഞു. അറിയാവോ? ആദ്യം ഒരു മുത്തശ്ശിയുടെ കഥ പഠിച്ചോ? ഒരു മുത്തശ്ശിയുടെ കഥ പഠിച്ചോ നിങ്ങള്? ആദ്യം അതായത് ഒരു മുത്തശ്ശി വിമലിന് കഥ പറഞ്ഞു കൊടുക്കുന്നത് പഠിച്ചില്ലേ? തുടക്കത്തില് ഫസ്റ്റ് പാരഗ്രാഫ് ഈ ചാപ്റ്ററില്. അപ്പൊ അതിലെന്താ പറയുന്നേ? ഈസോപ്പ് സ്റ്റോറീസ് എന്ന് പറയുന്നത് ഇങ്ങനെ വാമൊഴിയായി, അതായത് സംസാരിച്ച് ഇങ്ങനെ പലരോടും കഥ പറഞ്ഞായിരിക്കും പോകുന്നത്, കഥകളല്ല മിക്കത്. അപ്പോ അതിൽ വരുന്ന കഥകളിൽ ഒന്നാണ് ഈ പഞ്ചതന്ത്ര കഥകൾ, ഈസോപ്പ് കഥകൾ. അതെല്ലാം എന്ന് പറയുന്നത് കുഞ്ഞു കഥകളായിരിക്കും, പക്ഷെ അതിൽ എന്തെങ്കിലും ഒരു വാല്യൂവും കാണും. ഓക്കെ, അപ്പോ അടുത്ത് ഒരു കഥ എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമുക്ക് അടുത്ത് നോക്കേണ്ടത്. കീപ് യുവർ ഐസ് ഓപ്പൺ. നമുക്കത് നോക്കിയാലോ? ഓക്കെ, അപ്പോ ആരാ വായിക്കുക ഫസ്റ്റ് പാരഗ്രാഫ്? ഞാൻ വായിക്കാം. വായിച്ചോ. Keep your eyes open. Once upon a time, there was a lion that grew so old that he was unable to kill any prey for his food. So he said to himself, I must do something or else I will die of starvation. He kept thinking, and at last an idea struck him. He decided to lie down inside the cave, pretending to be ill. Those who came to inquire about his wealth would become his prey. He put his big plan into practice, and it started working. Many of his well-wishers got killed. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് എന്റെ സ്ക്രീൻ കൂടെ കാണാമല്ലോ? കാണാം സർ. Okay, well, first paragraph. Once upon a time, പണ്ടൊരിക്കൽ, there was a lion that grew so old. Okay, മ്യൂട്ട് ചെയ്ത് വെച്ച് അത് സംസാരിക്കുക മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. Okay, once upon a time, there was a lion that grew so old that he was unable to kill any prey for his food. അതായത് പണ്ടൊരിക്കൽ ഒരു സിംഹം ഉണ്ടായിരുന്നു. That grew so old, വയസ്സായ ഒരു സിംഹം. അതിന് he was unable to kill any prey, അതിന്റെ ഇരയെ പിടിക്കുവാനായിട്ട് അതിന് സാധിക്കില്ലായിരുന്നു. Unable to kill any prey for his food. Prey means ഇരയെ പിടിക്കുവാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു, അപ്പൊ അതിന് ഫുഡ് കിട്ടത്തില്ല. സോ ഹി സെഡ് ടു ഹിംസെൽഫ്, അവനോട് തന്നെ പറഞ്ഞു, ഐ മസ്റ്റ് ഡു സംതിങ് ഓർ എൽസ് ഐ വിൽ ഡൈ ഓഫ് സ്റ്റാർവേഷൻ. സ്റ്റാർവേഷൻ മീൻസ് വിശപ്പ്. ഐ മസ്റ്റ് ഡു സംതിങ്, ഞാൻ എന്തെങ്കിലും ചെയ്യണം, അല്ല എങ്കിൽ ഓർ എൽസ് ഐ വിൽ ഡൈ ഫോർ സ്റ്റാർവേഷൻ, ഞാൻ വിശപ്പ് കൊണ്ട് മരിക്കും. ഹി കെപ്റ്റ് തിങ്കിങ്, അവൻ ആലോചിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അറ്റ് ലാസ്റ്റ് ആൻ ഐഡിയ സ്ട്രക്ക് ഹിം. അപ്പോൾ സ്ട്രക്ക് ഹിം മീൻസ് സ്ട്രക്ക് മീൻസ് സ്ട്രൈക്കിന്റെ പാസ്റ്റ് ഫോമാണ്. അവന് ഒരു ഐഡിയ കിട്ടി. അപ്പോൾ അവൻ ആലോചിച്ചപ്പോൾ ഒരു ഐഡിയ കിട്ടി. ഹി ഡിസൈഡഡ് ടു ലൈ ഡൗൺ ഇൻസൈഡ് എ കേവ്. അവൻ ഒരു ലൈ ഡൗൺ കിടക്കുക, ഇൻസൈഡ് ദ കേവ്, കേവിനകത്ത് കിടക്കാൻ തീരുമാനിച്ചു. പ്രിറ്റൻഡിങ് ടു ബി ഇൽ, അസുഖം ഇപ്പോ ആവാതിരിക്കാനായിട്ട്
ഇത് ഐ മീൻ അവന് അസുഖം വരാത്ത രീതിയിൽ അവൻ ഒരിടത്ത് കിടക്കുവാനായിട്ട് അവൻ തീരുമാനിച്ചു. Those who came to inquire about his health would become his prey. അതായത് ആരെങ്കിലും അവനെ കുറിച്ച് അന്വേഷിക്കാൻ അവിടെ വരികയാണെങ്കിൽ, അതായത് അവന്റെ ഹെൽത്തിനെ പറ്റി അന്വേഷിക്കാൻ വരികയാണെങ്കിൽ, that would be his prey. അതായത് അത് അവന്റെ ഇരയായിട്ട് മാറും. He put his wicked plan into practice. Wicked plan, അതായത് നീചമായ ഒരു പ്ലാൻ. ഇതൊരു തെറ്റായ രീതിയല്ലേ? അവനെ കുറിച്ച് അവന്റെ ആരോഗ്യത്തെ കുറിച്ച് അന്വേഷിക്കാൻ വരുന്നവരെ കൊന്നു കഴിക്കുക എന്ന് പറയുന്നത് തെറ്റായ ഒരു രീതിയല്ലേ? അപ്പോൾ ആ പ്ലാൻ അവൻ നടത്തിക്കൊണ്ട് പോന്നു ഇൻ ടു പ്രാക്ടീസ്. അതായത് അവൻ കണ്ടിന്യൂസ് ആയിട്ട് നടത്തിക്കൊണ്ട് വന്നു. ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് വർക്കിംഗ്. അത് വർക്ക് ചെയ്യാനും തുടങ്ങി. അങ്ങനെ അവൻ കിടന്നപ്പോൾ ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഇവന് അവരെ കൊല്ലാനും പറ്റി. മെനി ഓഫ് ഹിസ് വെൽ വിഷേഴ്സ് ഗോട്ട് കിൽഡ്. അതായത് അവനെക്കുറിച്ച് നല്ലത് മാത്രം ആലോചിക്കുന്ന കുറെ ആൾക്കാർ, അതായത് അവന് നല്ലത് മാത്രം വരണമെന്ന് ആലോചിച്ച് അവന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ വന്നവരൊക്കെ കൊല്ലപ്പെട്ടു. ബട്ട് ഈവിൾ ഈസ് ഷോർട്ട് ലിവ്ഡ്. അതായത് ഈ തിന്മ എന്നത് കുറച്ചു കാലം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. വൺ ഡേ എ ക്ലവർ ഫോക്സ് came to visit the lion. അത് ഒരു ദിവസം ഒരു ക്ലവർ ഫോക്സ്, ബുദ്ധിമാനായ ഒരു ചെന്നായ, came to visit the lion. ഈ ലയനെ കാണാനെത്തി. He stood at the mouth of the cave. അവൻ ആ കേവിന്റെ, അതായത് ആ ഗുഹയുടെ മുൻഭാഗത്ത്, stood at the mouth, അതായത് തുറന്ന ഭാഗത്ത് നിന്നു. He looked around and understood the reality. അവൻ ചുറ്റും നോക്കി, ആ ഗുഹയ്ക്കകവും എല്ലാം നോക്കി. ആൻഡ് അണ്ടർസ്റ്റുഡ് ദ റിയാലിറ്റി. അവന് അവിടെ എന്താ നടക്കുന്നത് എന്നുള്ള കാര്യം ആ ബുദ്ധിമാനായ ചെന്നായിക്ക് മനസ്സിലായി. സോ ഹി കോൾഡ് ഔട്ട് ടു ദ ലയൺ ഫ്രം ഔട്ട്സൈഡ് ആൻഡ് സെഡ്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? സോ ഹി കോൾഡ് ഔട്ട്, അവനെ പുറത്തേക്ക് വിളിച്ചു. ടു ദ ലയൺ ഫ്രം ഔട്ട്സൈഡ്, അതായത് അവൻ പുറത്ത് നിന്നിട്ട് അവൻ അകത്ത് കിടക്കുന്ന സിംഹത്തെ പുറത്തേക്ക് വരാൻ വിളിച്ചു. ആൻഡ് സെഡ്, ഹൗ ആർ യു സർ? എന്നിട്ട് അവൻ ചോദിച്ചു, സാർ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? അടുത്ത, ദ ലയൺ റിപ്ലൈ, ഐ ആം നോട്ട് ഫീലിംഗ് വെൽ. എനിക്ക് അത്ര സുഖമായി തോന്നുന്നില്ല. വൈ ഡോണ്ട് യു കം ഇൻസൈഡ്? എന്തുകൊണ്ടാ നിനക്ക് അകത്തേക്ക് വരാത്തത്? നീ എന്തുകൊണ്ട് അകത്തേക്ക് വരാത്തത്? Then the fox replied, അവൻ ആ ചെന്നായ പറഞ്ഞു, I would love to come in, sir. അതായത് ഞാൻ അകത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. But I see all the footprints are going to your cave, but none are coming out. But എന്നാൽ I see all the footprints, കാൽപ്പാടുകൾ, അതായത് നടക്കുന്നതിന്റെ പാടുകൾ, ഫുട് പ്രിന്റ്സ്, പാദങ്ങളുടെ ആ പാടുകൾ, ആസ് ഗോയിങ് ഇൻ ടു യുവർ കേവ്, അതായത് കേവിനകത്തേക്ക് പോകുന്നുണ്ട്. ബട്ട് നൺ ആസ് കമ്മിങ് ഔട്ട്, ഒന്നും തിരിച്ചു വരുന്നതായിട്ട് കാണുന്നില്ല. ഐ വുഡ് ബി ഫൂളിഷ് ഇനഫ് ടു കം ഇൻ. ഞാൻ അത്രയ്ക്ക് മണ്ടനാവണം അകത്തേക്ക് വരണമെങ്കിൽ. സേയിങ് സോ ദ ഫോക്സ് വെന്റ് ടു അലേർട്ട് ദ അതർ അനിമൽസ്. അത് പറഞ്ഞതിന് ശേഷം ആ ബുദ്ധിമാനായ ചെന്നായ അവിടെ നിന്ന് ഓടിപ്പോയി. എങ്ങോട്ടാ പോയത്? ടു ഇൻഫോം, ടു അലേർട്ട്. അലേർട്ട് മീൻസ് കൂടെ ഉള്ള അനിമൽസ്, കൂടെ ഉള്ള മൃഗങ്ങളെല്ലാം അറിയിക്കാനായിട്ട്. ഈ സിംഹം ചതിയനാണ്, ഇങ്ങനെ എല്ലാരെയും കൊല്ലുന്നു എന്ന് അറിയിക്കാനായിട്ട് അവൻ പോയി. അപ്പോ ഈ കഥ മനസ്സിലായോ? മനസ്സിലായി. ഒരു കുഞ്ഞു കഥയല്ലേ? അപ്പൊ നേരത്തെ അശ്വിൻ പകുതി വായിച്ചു. അപ്പൊ ഇത് കഥ ഫുള്ളായിട്ട് ആരെങ്കിലും ഒന്ന് വായിച്ചേ. ആര് വായിക്കും? ബ്രഹ്മൻ വായിച്ചോ? ഫുള്ള് വായിച്ചോ. നിനക്കൊരല്പം വായിക്കാൻ ഒരല്പം മടിയാ, അതുകൊണ്ട് ഫുള്ള് വായിച്ചോ.
Once upon a time, there was a lion that grew so old that he was unable to kill Unable. any prey for this food. So he said to himself, I must do something or else I will die Die of starvation. He kept thinking, and at last an idea striking him. He decided to lie down Lie inside down. എടാ ശ്രദ്ധിച്ചു വായിച്ചേ. Lie down. നീ സ്ലോയിൽ വായിച്ചാൽ മതി. ശ്രദ്ധിച്ചു വായിക്കേ. lie down inside the cave, Pretending. pretending to be ill. Those who came to inquire about his health would become his prey. He put him Wicked plan. wicked plan into practice, and it started working. Many of these got killed, but evil is short-lived. Once a clever fox came to visit the lion. He stood at the mouth of the cave. He looked around and understood the reality. So he called out to the lion from outside and said, How are you, sir? The lion replied, I am not feeling well. Why would you came inside? Then the fox replied, I would love to came in, sir, but I see all the footprint as going in your case, but none as coming out. I would be foolish enough to came in. Saying so, the fox went to alert the other animals. ഓക്കെ. Sir, ഞാൻ നേരത്തെ പ്രിറ്റൻഡിങ് എന്ന് വെച്ചാൽ എന്താ മീനിങ് പറഞ്ഞെന്നേ? ഓക്കെ, അപ്പൊ അടുത്ത് നമുക്ക് ഇതിപ്പോ കഥ മനസ്സിലായോ എല്ലാവർക്കും? എളുപ്പമല്ലേ? കുഞ്ഞു കഥയല്ലേ? ഇതിന്റെ ഒരു മോറൽ അല്ലെങ്കിൽ ഇതിലൊരു വാല്യൂ ഉണ്ട്, ഒരു ഗുണപാഠമുണ്ട്. എന്താ അത്? Keep your eyes on. കീപ് യുവർ ഐസ് ഓപ്പൺ. ഓക്കെ, അല്ലാതെ ഒരു ഗുണപാഠമുണ്ട്. അതെന്തായാലും അവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷെ ആ ഈ കഥക്കകത്ത് ഒരിടത്ത് എഴുതിയിട്ടുണ്ട്. എന്താ പറഞ്ഞു? ഒന്നും ശ്രദ്ധിക്കാതെ ഒന്നും ശ്രദ്ധിക്കാതെ ചെയ്യാൻ പാടില്ല. ഒന്നും ശ്രദ്ധിക്കാതെ ചെയ്യാൻ പാടില്ല. വേറെ വളരെ പ്രധാനപ്പെട്ട എന്താ ദേവ? നോക്കി വരുന്നവരെ ദ്രോഹിക്കാൻ പാടില്ലേ? ഓക്കെ, ഏകദേശം അടുത്തത് റൈറ്റ്. ഇത് നോക്കി വരുന്നവർ ദ്രോഹിക്കാൻ പാടില്ല. അടുത്ത് വേറെ? തിന്മയ്ക്ക് ഒരിക്കലും കൂടുതൽ സമയമില്ല. എക്സാക്ട്ലി, അതാണ്. ഈവിൽ ഈസ് ഷോർട്ട് ലിവ്ഡ്. അതായത് തിന്മ ഒരിക്കലും അധിക നാള് ഉണ്ടാവത്തില്ല, അധിക ആയുസ് ഉണ്ടാവത്തില്ല. നമ്മൾ എന്ത് ചെയ്യുമ്പോഴായാലും അത് സത്യസന്ധമായിട്ടും അത് നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അതിന് ആയുസ് ഉണ്ടാവും. അല്ലാതെ നമ്മൾ കള്ളത്തരം കാണിച്ച്, ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങൾക്ക് എക്സാമിന് വീട്ടിൽ ഇരുന്ന് എഴുതാം. അപ്പോൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ ബുക്ക് തുറന്ന് വെച്ച് വീട്ടുകാരെ പറ്റിച്ച്, സാറിനെ പറ്റിച്ച്, സ്കൂളിനെ പറ്റിച്ച് എല്ലാം എഴുതുകയാണെങ്കിൽ അത് അവസാനം ദോഷമാവുന്ന ആർക്കാ? നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. അത് അവസാനം നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് പ്രശ്നം കാണത്തില്ല, അടുത്തൊരു 10ാം ക്ലാസ് ആവുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ടെൻഡൻസി അപ്പോഴും കാണും. നിങ്ങൾക്ക് അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ റിസൾട്ട് വരുമ്പോൾ എല്ലാവരും അറിയും. അപ്പോൾ നിങ്ങൾ നാണം കെടും അവരുടെ മുമ്പില്. നിങ്ങൾ എന്നല്ല, നിങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ എല്ലാവരും ആരായാലും എക്സോറോയ്, ഇപ്പൊ ഞാനായാലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു തിന്മയ്ക്ക്, ആ ഒരു സ്വഭാവത്തിന് കുറച്ച് ആയുസേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യരുത് എന്നുള്ള ഒരു മെസ്സേജ് കൂടെ ഈ ഒരു കഥ നൽകുന്നുണ്ട്. ഓക്കെ അല്ലേ?
ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്റ്റോറി ഒന്ന് അനലൈസ് ചെയ്യണം. ഈ സ്റ്റോറി, ഷോർട്ട് സ്റ്റോറി എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്? ഇപ്പൊ താഴെ അത് കൊടുത്തിട്ടുണ്ട്. നൗ ലെറ്റ്സ് അനലൈസ് ദ സ്റ്റോറി ഗിവൺ ബിലോ. വാട്ട് ആർ ദ എസെൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദ സ്റ്റോറി? ഇപ്പോൾ ഈ സ്റ്റോറിയെ അനലൈസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. സോ എസെൻഷ്യൽ എലിമെന്റ്സ് ഓഫ് ദ സ്റ്റോറി എന്തൊക്കെയാണ്? ഇതിന്റെ എസെൻഷ്യൽ എലിമെന്റ്സ്, ഇതിന്റെ ആ ഒരു ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ഈ സ്റ്റോറിക്ക് ഒരു ബിഗിനിങ് ഉണ്ട്. അടുത്ത് ഡെവലപ്മെന്റ്, സംതിങ് ഹാപ്പൻസ്, തിങ്സ് കം ടു ദ എൻഡ് ആൻഡ് കൺക്ലൂഷൻ. ഓക്കെ, ഞാൻ ഇത് ഓരോന്നായിട്ട് പറയാം. ഇപ്പൊ ബിഗിനിങ് എന്ന് പറയുന്നത് ആരെങ്കിലും വായിച്ചേ? ബിഗിനിങ് എന്താ? ഞാൻ വായിച്ചു. Beginning, once upon a time, there was a lion that grew so old that he was unable to kill any prey for his food. അതായത് അതാണ് ഈ സ്റ്റോറിയുടെ ആ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത്. ഒന്ന് നോക്കിയാൽ വൺസ് അപ്പോൺ എ ടൈം ദെയർ വാസ് എ ലയൺ. അതായത് പണ്ടൊരിക്കൽ ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ലയൺ അവിടെ ജീവിച്ചിരുന്നു. പക്ഷെ അതിന് വയസ്സായപ്പോൾ അതിന് ആഹാരമൊന്നും കണ്ടെത്താൻ പറ്റാതെയായി. അപ്പോൾ അതെന്ന് പറയുന്നത് ഈ സിംഹത്തിന്റെ ആ ഒരു പ്രവൃത്തിയെ, ഈ കഥ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനെ വ്യക്തമാക്കുന്ന ഒരു തുടക്കമാണ് അവിടെ തന്നിട്ടുള്ളത്. അടുത്ത് അവർ പറയുന്ന കാര്യം ഡെവലപ്മെന്റ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവൻ എന്തൊക്കെ ചെയ്തു, എങ്ങനെ ചെയ്തു? അപ്പോ അതില് ഇപ്പോ ഫസ്റ്റ് നമ്മൾ പറയുന്നത്, ഇപ്പൊ ഇവിടെ സിംഹം അപ്പോ അവന് വയസ്സായി, ഇര പിടിക്കാൻ പറ്റാതെയായി. അങ്ങനെയാണെങ്കിൽ അവൻ എന്തൊക്കെ ചെയ്തു? അതാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അത് ഏത് തൊട്ടാ വരുന്നേ? സോ ഹി സെഡ് ടു ഹിംസെൽഫ്, അതായത് ഇത് തൊട്ട് വരുന്നത്, സ്റ്റാർട്ടഡ് വർക്കിംഗ് വരെ അല്ലേ? ഇതുവരെ. അപ്പോൾ ഇതുവരെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെവലപ്മെന്റ് ആരെങ്കിലും ഒരാൾ വായിച്ചേ? വായിച്ചോ? വൈഷ്ണവി വായിച്ചോ? So he said to himself, I must do something or else I will die of starvation. He kept thinking, came to inquire about his health, would become his prey. He put his wicked plan into practice and it started working. അതായത് അപ്പോ ഫസ്റ്റ് നമ്മൾ തുടക്കം നോക്കി. ബിഗിനിങ് എന്ന് പറയുന്നത് ആരാണ് അവിടെ ഉണ്ടായിരുന്നത്, ആ ആളെ കുറിച്ച് പറയുന്നു. ആ സിംഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും ബിഗിനിങ്ങിൽ പറയുന്നു. അടുത്ത ഡെവലപ്മെന്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജീവിക്കാൻ വേണ്ടി അത് എന്തൊക്കെ ചെയ്തു? അപ്പോൾ അതിന് മനസ്സിലായി, അതിനെ ഇരയെ പിടിക്കാൻ പറ്റാത്തത് കൊണ്ട്, അതിന് പുറത്തുപോയി ഇരയെ പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിന് അവിടെ കിടന്ന് മരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം? അപ്പോൾ ഇങ്ങനെ ഒരു കുനിഷ്ട് ബുദ്ധി, വിക്കറ്റ് പ്ലാൻ അവന്റെ മനസ്സിൽ വന്നു. ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് വർക്കിംഗ്. അപ്പോൾ അതൊരു ഡെവലപ്മെന്റാണ്. അപ്പോൾ അടുത്ത ഇതിന്റെ ആ ഒരു എലിമെന്റ് എന്ന് പറയുന്നത് സംതിങ് ഹാപ്പൻസ്. അതായത് അടുത്ത് ഒരു എന്താ പറയുന്നത്, ഒരു ട്വിസ്റ്റ് എന്ന് പറയാം. നമുക്ക് ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. എന്താ അത്? ആര് വായിക്കും? വായിച്ചു. Something happens. One day, a clever fox came to visit the lion. He stood at the mouth of the cave. He looked and asked, "How are you?" The lion replied, "I am not feeling well. Why don't you come inside?" അതായത് അവിടെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു കണ്ടില്ലേ? എന്തായിരുന്നു ആ ട്വിസ്റ്റ്? ആ ഒരു ബുദ്ധിമാനായ, അത്രയും നാള് വന്ന അവന്റെ ഫ്രണ്ട്സിനെ എല്ലാം അവൻ കൊന്നു തിന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ബുദ്ധിമാനായ ഒരു ഫോക്സ് വന്നു. അവനത് മനസ്സിലാക്കി. അവൻ അത് കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറാൻ മടിച്ചു. ആൻഡ് ഹി എൻക്വയർ അബൌട്ട് ഹിം ഫ്രം ദി മൗത്ത് ഓഫ് ദ കേവ്. അതായത് ആ ഒരു കേവിന്റെ പുറത്ത് നിന്നുകൊണ്ട് തന്നെ അവൻ ചോദിച്ചു. അതാണ് അവിടുത്തെ ട്വിസ്റ്റ്. ഇപ്പൊ നമ്മൾ തന്നെ സിനിമയിൽ പറയത്തില്ലേ, ഓക്കെ, അടുത്ത് ഒരു തുടക്കത്തിൽ അവർ കഥ ഫ്ലാഷ് ബാക്കിൽ നിന്ന് തുടങ്ങും. അത് കഴിഞ്ഞതിന് ശേഷം വില്ലന്റെ റോളായിരിക്കും.
വില്ലന് നല്ല പ്രാധാന്യം കൊടുക്കും, അവിടെ ഒരു ട്വിസ്റ്റ് സംഭവിക്കും, ഹീറോ വരും, ഹീറോ വന്ന് എല്ലാം അടിച്ചു നിരത്തും. അത് കഴിഞ്ഞിട്ട് അതിന്റെ എൻഡിങ് ആയിരിക്കും. അപ്പൊ ഈ ഒരു ട്വിസ്റ്റ് നടന്നു കഴിഞ്ഞു. അടുത്തെന്താ? തിങ്സ് കം ടു എൻ എൻഡ്. അടുത്ത എൻഡ് എന്താ? എൻഡ് അടുത്ത് ആദിത്യൻ വായിച്ചേ. അൺമ്യൂട്ട് ചെയ്തിട്ട്. ആദിത്യനില്ലേ? ഓക്കെ, ഗോകുൽ വായിച്ചേ, അൺമ്യൂട്ട് ചെയ്തിട്ട്. സാർ എന്താ പറഞ്ഞ കേട്ടില്ല. ഇത് വായിക്കാൻ പറഞ്ഞതാ, അതായത് തിങ്സ് കം ടു എൻ എൻഡ്. അപ്പൊ അത് വായിച്ചേ, അതെന്താ? Fox replied, I come in, sir, but I see all the footprints as going into you. ഓക്കെ, ആദ്യത്തിന് അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് നമുക്ക് പതിയെ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോ അത് നെറ്റ്വർക്ക് ഉള്ള ആരുണ്ട് ഇനി? സ്വാതി വായിച്ചോ, അതൊന്നുകൂടെ വായിച്ചോ. Things come to an end. Then the fox replied, I would love to come in, sir, but I see all the footprints as going into your cave, but none as coming out. I would be foolish enough to come in. അപ്പോ അതാണ് അവിടത്തെ ആ ഒരു എൻഡ് എന്ന് പറയുന്നത്. അപ്പോ ആ സിംഹത്തിന്റെ ചതി മനസ്സിലായി, അപ്പോ തിരിച്ച് കേറാനും അടിച്ചു. അത് ഇപ്പൊ സിംഹത്തിന് തിരിച്ച് പണി കൊടുത്തതിന് ശേഷം തിരിച്ച് ഇറങ്ങിപ്പോയി. അതല്ലേ അവിടെ സംഭവിച്ചത്. അപ്പൊ ഇനി അതിന്റെ ഇത് കൺക്ലൂഷൻ, അവസാനം എന്താ സംഭവിച്ചേ? അതാരാ വായിക്കുക? ആർഷ, ആർദ്ര, ഇതിലാരെങ്കിലും ഒരാൾ വായിച്ചേ. മിണ്ടാതിരിക്കണ്ട, വായിക്കേ. അൺമ്യൂട്ട് ചെയ്തിട്ട് വായിക്കേ. ഇപ്പൊ മ്യൂട്ട് ചെയ്തു, അൺമ്യൂട്ട് ചെയ്യേ. Saying so, the fox went to alert the other animals. Okay, saying so, the fox went to alert the other animals. ഇപ്പൊ വായിച്ച ആളാരാ? പേരെന്താ? ആർഷയാണോ ആർദ്രയാണോ? ആർഷ. ഓക്കെ. അപ്പോ saying so, the fox went to alert the other animals. അപ്പോ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്താ? അവസാനം എന്താ സംഭവിച്ചത്? ഇവന്റെ ചതി മനസ്സിലാക്കിയതിന് ശേഷം ഏറ്റവും അവസാനം എല്ലാം ഈ ഫോക്സ് പോയി എല്ലാം അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചു. ഇനി അവന്റെ ചതിയിൽ പെടരുത്, ആരും ഇനി അങ്ങോട്ട് പോവരുതെന്ന്. അപ്പോൾ ഈ ഒരു എലിമെന്റ്സ് വെച്ച് നിങ്ങളുടെ അടുത്ത് ഒരു കഥ ഫോം ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരു കുഞ്ഞു കഥ എഴുതാൻ പറയുകയാണ്, അല്ല എങ്കിൽ ഒരു കഥ തരികയാണ്, തന്നതിന് ശേഷം അതിൽ നിന്ന് ഈ ഒരു എലിമെന്റ്സ് എല്ലാം കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ? റിപ്ലൈ തന്നെ പറയേ, പറ്റൂലേ? പറ്റും, തെറ്റോ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലേ, തെറ്റോ എന്നുള്ള പേടി വേണ്ട. ഇത് തെറ്റാതിരിക്കുകയോ ചെയ്യട്ടെ, അതാണ് ഇപ്പൊ ശ്രമിക്കണം. അത് കഴിഞ്ഞ് തെറ്റാതിരിക്കുകയോ ചെയ്യട്ടെ, അത് പ്രശ്നമില്ല. തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പഠിക്കും, അത്രേ ഉള്ളൂ. അതല്ലേ നല്ലത്. അല്ലാതെ നമ്മൾ തെറ്റുമെന്ന് പേടിച്ച് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. ഓക്കെ, അപ്പോ നിങ്ങള് ഒരു കഥ എഴുതണം, ഇഷ്ടമുള്ള ഒരു കഥ. ഇപ്പോ എന്താ പറയാൻ, ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്നുള്ള കഥ തന്നെ ആവട്ടെ. ഇപ്പൊ ചിലപ്പോ ആമയും മുയലിന്റെയും കഥ, അല്ല എങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് എവിടെ എന്തെങ്കിലും നോക്കി എഴുതാം, അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് സ്വന്തമായിട്ട് വേണമെങ്കിൽ എഴുതാം. എഴുതുമ്പോൾ എങ്ങനെ എഴുതണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബിഗിനിങ്, ആ ഒരു ഹെഡിങ് കൊടുത്ത് ബിഗിനിങ് എന്ന് എഴുതുക. അടുത്ത ഡെവലപ്മെന്റ് എന്താ അത് എഴുതുക. സംതിങ് ഹാപ്പൻസ്, അതായത് അതിന്റെ ട്വിസ്റ്റ് എന്താണെന്നുള്ള കാര്യം അത് എഴുതുക. അത് കഴിഞ്ഞിട്ട് തിങ്സ് കം ടു ആൻ എൻഡ്, അതായത് ആ ഒരു കൺക്ലൂഷന് മുമ്പ് എന്താ അതിന്റെ അവസാനിക്കുന്ന, എന്താണ് അവന്റെ അവസാനം, അല്ലെങ്കിൽ ആ ഒരു ഈവിൾ
ആ പ്രവൃത്തിയാണെങ്കിൽ അതിന്റെ അവസാനം എന്താ, അല്ലെങ്കിൽ നല്ലതാണെങ്കിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം എഴുതുക. എന്നിട്ട് അവസാനം അതിന്റെ കൺക്ലൂഷൻ, അല്ലെങ്കിൽ ഇത് ഏറ്റവും അവസാനം എന്താ അവിടെ സംഭവിച്ചത്, ഇപ്പൊ എന്നിട്ട് ആ സിംഹത്തിന് എന്ത് സംഭവിച്ചു എന്നുകൂടെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ Okay, let's study the story. Keep your eyes open. Begin with the sentence. Once upon a time, there was a lion. Different stories may have different beginnings. Here are few beginnings of stories. Go through them. ഇപ്പോ ഈ ചില സ്റ്റോറികൾ, മിക്ക സ്റ്റോറികളും നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതേപോലെ വൺസ് അപ്പോൺ എ ടൈം എന്നുള്ള കാര്യം മിക്ക സ്റ്റോറിയിലും കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതുപോലെ തന്നെ ഉള്ള ചില ബിഗിനിങ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓൺ ദ 20th of May ഇൻ ദ ഈവനിങ്, അതായത് ഇന്ന ദിവസം 20th of May 20-ാം തീയതി ഇൻ ദ ഈവനിങ്, വൈകുന്നേരം ഇന്നത് സംഭവിച്ചു, അല്ലെങ്കിൽ എന്തു പറയാൻ, ഇന്ന ആളെ കാണാൻ പോയി, വൈഷ്ണവി സ്വാതിയെ കാണാൻ പോയി എന്നുള്ള കാര്യം ഇങ്ങനെ പറയുകയാണെങ്കിൽ ഓക്കെ, ഓൺ ദ 20th of May ഇൻ ദ ഈവനിങ് വൈഷ്ണവി വെൻ ടു മീറ്റ് സ്വാതി എന്നുള്ള രീതിയിലാണെങ്കിൽ ആ ഒരു കഥ തുടങ്ങാം. ഓൺ ദ ഫാർ സൈഡ് ഓഫ് ഗ്രീൻ ട്രീസ്, അതായത് ഒരു മരത്തിന്റെ പച്ചപ്പിൽ നിന്ന്, അതായത് നമുക്ക് ആ ഒരു ലോങ് സൈറ്റിൽ നിന്ന് ആ ഒരു മരത്തിന്റെ ആ ഒരു പച്ചപ്പിൽ നിന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ള രീതിയിൽ അവിടെ എഴുതാം. ഇറ്റ് വാസ് എ വെരി ഹോട്ട് ഡേ. അത് ഒരു നല്ല ചൂടുള്ള ദിവസമായിരുന്നു. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു കഥയുടെ തുടക്കത്തില് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓൺ ഫൈൻ ഡേ ലോങ് ago there was a desert wind blowing at that night, അതായത് ഒരു കാറ്റ് അവിടെ നിന്ന് വീശുന്നുണ്ടായിരുന്നു ആ ദിവസം. അത് നമ്മുടെ ഈ ഇതുണ്ടല്ലോ, ഈ ഗോസ്റ്റിനെ കുറിച്ചുള്ള കഥകളൊക്കെ കേട്ടിട്ടില്ലേ? there was a desert wind blowing at night, അല്ലെങ്കിൽ at 12 o'clock night a wind started coming എന്ന് പറഞ്ഞ് ഒരു പേടിപ്പെടുത്തുന്ന രീതിയിൽ. അപ്പൊ അതുപോലെ പല പല രീതിയിൽ നമുക്കൊരു കഥ എഴുതാൻ പറ്റും. ഇവിടെ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഡു യു തിങ്ക് ഈസ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ബിഗിനിങ്? ഇതില് ഈ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ബിഗിനിങ് എന്തായിരിക്കും? എനിക്ക് ഇഷ്ടപ്പെട്ടത് ഓൺ ദ ഫാർ സൈഡ് ഓഫ് ഗ്രീൻ ട്രീസ്. ഓൺ ദ ഫാർ സൈഡ് ഓഫ് ഗ്രീൻ ട്രീസ്, അതായത് ഒരു നല്ലൊരു തുടക്കം എന്നുള്ള ആ ഒരു ഫീല് കിട്ടുന്നുണ്ടല്ലേ, ആ ഒരു പച്ചപ്പ് നിറഞ്ഞ ആ ഒരു അല്ലെങ്കിൽ ഒരു പുൽമേട്, അല്ലെങ്കിൽ കുറെ മരങ്ങളുടെ ആ ഒരു ഇത്. അപ്പൊ വൈഷ്ണവിക്ക് നാച്ചർ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. എനിക്കും അതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ അത് ഓരോരുത്തർക്ക് എന്ന് പറയുന്നത്, ഇപ്പോ നാച്ചുറിനെ ഒക്കെ ഭയങ്കര ഇഷ്ടമായവര്, ഇപ്പൊ മരങ്ങള് ചെടികള് ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമായവർക്കൊക്കെ അവർക്ക് അത് ഇഷ്ടപ്പെടും. അപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതി ആയിരിക്കത്തില്ലേ. അപ്പൊ അത് നല്ലൊരു തുടക്കമാണ് കേട്ടോ. ഓൺ ദ ഫാർ സൈഡ് ഓഫ് ഗ്രീൻ ട്രീസ്, നല്ലൊരു തുടക്കം. റീഡ് ദ ഫ്യൂ ഫോക്ക് ടെയിൽസ് ആൻഡ് ഫേബിൾസ് ആൻഡ് മേക്ക് എ കളക്ഷൻ ഓഫ് ദ ബിഗിനിങ് ഓഫ് സ്റ്റോറി. അതായത് ചില നാടോടി കഥകളും ഇതേപോലെ ഈസോ ഫേബിൾസും ഈ കുഞ്ഞു കഥകളും എല്ലാം കളക്ട് ചെയ്യാം. അതിന്റെ ബിഗിനിങ് ഒക്കെ വായിച്ചു നോക്കുക. അതിന്റെ ആ ഒരു തുടക്കം എങ്ങനെയാണ് അവർ എഴുതിയിരിക്കുന്നത്, എന്താ അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നോക്കുക. Write the beginnings you have collected on a chart and displayed in a classroom. എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ക്ലാസ് റൂം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ജസ്റ്റ് നോട്ട്ബുക്കിൽ എഴുതിയാൽ മതി. കുറച്ച് കഥകൾ എവിടെ നിങ്ങൾ വായിക്കുക, അതിന്റെ ബിഗിനിങ് എന്തായിരുന്നു അതിന്റെ തുടക്കം എന്ന് പറഞ്ഞ് നിങ്ങൾ കഥകൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ എല്ലാം വൺസ് അപ്പോൺ എ ടൈം എന്നുള്ള ഇത് മാത്രം എടുക്കരുത്. ഇങ്ങനെ പല പല ബിഗിനിങ് കിട്ടുന്ന കഥകൾ നോക്കുക. Okay, try to write a few beginnings of stories. കുറച്ച് നല്ല ബിഗിനിങ്സ് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അത് മനസ്സിലായോ? ഫസ്റ്റത്തെ ആക്ടിവിറ്റി മനസ്സിലായോ? അത് ആക്ച്വലി ഒരു ക്ലാസ് റൂം ആക്ടിവിറ്റി ആണ്, എന്നാലും നമുക്ക് ഇതിങ്ങനെ പറഞ്ഞു പോകാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്തത് ഇതേപോലെ തന്നെയാണ്. Now let's examine the ending of the story. ഇപ്പൊ നമ്മൾ ബിഗിനിങ് നോക്കി, അടുത്ത് നമ്മൾ നോക്കുന്നത് ഈ സ്റ്റോറിയുടെ എൻഡിങ്.
can you think of different ending of the story? Here are 2 different endings. Add few more endings in the space provided. അപ്പോൾ ഇതിൽ കുറച്ച് എൻഡിങ് കൊടുത്തിട്ടുണ്ട്. ദ ഫോക്സ് ആൻഡ് ദ അതർ ആനിമൽസ് ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ. അതായത് ഇവിടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഫോക്സ് വെൻ ടു അലേർട്ട് ദ ആനിമൽസ്, അതർ ആനിമൽസ് എന്ന് മാത്രമല്ലേ ഉള്ളൂ കഥയില്. പക്ഷെ ഇവിടെ നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ എഴുതാം ദ ഫോക്സ് ആൻഡ് ദ അതർ ആനിമൽസ് ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ. അതിനുശേഷം ആരും സിംഹത്തെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, സിംഹം അവിടെ കിടന്ന് മരിച്ചു. അതിനുശേഷം ഇവരെല്ലാം അവിടെ ആ കാട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചു. The lion did not ever play any more tricks on other. അല്ലെങ്കിൽ എഴുതാം ഈ കള്ളത്തരം പിടിച്ചതോടുകൂടി അതിനുശേഷം ഈ സിംഹം ആരോടും ഇത് ട്രിക്സ്, അതായത് ഈ ഒരു കുനിഷ്ഠ ബുദ്ധി ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് തോന്നുന്ന, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ചില എൻഡിങ്സ് അത് നിങ്ങൾ ആലോചിച്ച് എഴുതുക. ഇപ്പൊ നിങ്ങൾക്ക് ഈ എക്സാം കഴിഞ്ഞിട്ടായാലും മതി. എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഡെയിലി എക്സാം ഉണ്ട്, എന്നാലും ഇടയിൽ കുറച്ച് സമയം കണ്ടെത്തി ഇതൊക്കെ ഒന്ന് ആലോചിക്കും. ഇതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി. കേട്ടോ? ഓക്കെ അല്ലേ? ആ, ചോദിക്ക. എക്സാം എന്ന് പറയുമ്പോ അത് ഫോട്ടോ ആയിട്ട് അയച്ചു തരൂ? ആ ഫോട്ടോ അയക്കണ്ട, അത് ഇത് അതല്ല തരുന്നത് പേപ്പർ എഴുതാൻ നമുക്ക് എഴുതാൻ ക്വസ്റ്റ്യൻ പേപ്പറോ? ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ PDF ആയിട്ട് അയച്ചു തരും. എനിക്കെളുപ്പം എനിക്ക് അങ്ങനെ എഴുതുന്നതിനോട് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ഇതേപോലെ ഇത് PDF ആക്കി ഞാൻ അയച്ചു തരാം. കേട്ടോ? ഓക്കെ, അപ്പോൾ അങ്ങനെ 2 ആക്ടിവിറ്റി കഴിഞ്ഞു. ഇനി 3ാമത്തെ ആക്ടിവിറ്റി ആരെങ്കിലും ഒരാൾ വായിച്ചേ. 3ാമത്തെ ആക്ടിവിറ്റി വായിച്ചു. ആര് വായിക്കുന്ന? ആർക്ക് വേണോ അൺമ്യൂട്ട് ചെയ്തിട്ട് വായിക്കാം, ഇഷ്ടമുള്ളവർക്ക്. ആർക്കും വായിക്കണ്ടേ? ഓക്കെ, ഞാൻ തന്നെ പറയണല്ലേ. ഓക്കെ, ജീവൻ വായിച്ചോ. ഇത്രയും നേരം മിണ്ടായിരിക്കുമായിരുന്നു. The story can be developed collectively. Let's participate in the act of developing a story based on the answers to a few questions. അതായത് ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് ആയിട്ടുള്ള എന്താ പറയുക, സ്റ്റോറി ക്യാൻ ഡെവലപ്ഡ് കളക്റ്റീവ്ലി. ഒരുമിച്ച് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം. Let's participate in the act of developing a story based on the answers to a few questions. അതായത് ഇതിൽ തന്നിട്ടുള്ള കുറച്ച് ആൻസറുകൾക്ക്, ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തുകൊണ്ട് ഒരു സ്റ്റോറി നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, വായിച്ചോ. ജീവൻ വായിക്കോ. The story is about a king and a queen. Where did they live? ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഒരു രാജാവിനെ രാജ്ഞിയെയും കുറിച്ചാണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാം, വേർ ഡിഡ് ദേ ലിവ്, അവരെവിടെ ആയിരിക്കും താമസിച്ചിട്ടുണ്ടാവുക? ഇൻ എ കാസിൽ, ഇൻ എ പാലസ്, ഇൻ എ മാൻഷൻ, ഇൻ എ സ്റ്റേറ്റ്ലി ഹോം. എവിടെ ആയിരിക്കും? ഇൻ എ പാലസ്. ഓക്കെ, അടുത്ത. The king and the queen had a daughter. What was her name? അപ്പോ അവർക്കൊരു മകളുണ്ടെന്ന് വെക്കുക. അപ്പൊ എന്തായിരിക്കും അവക്കുള്ള പേര്? ജെയിൻ, കല്യാണി, ഗൗരി, റബിയ, ടീന. എന്തായിരിക്കും പേര്? ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കേട്ടോ, പ്രശ്നമില്ല. അത് ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന പേര് എഴുതിയാൽ മതി. ഇതെനിക്ക് എഴുതിയിട്ട് അയച്ചു തരാനുള്ളത്, അതുകൊണ്ട് ഇഷ്ടമുള്ള പേര് എഴുതിക്കും. അടുത്ത്. How did she look like? അവള് എങ്ങനെ ഉണ്ടാവും? ബ്യൂട്ടിഫുൾ, പ്രിറ്റി, അഗ്ലി, ഗോർജിയസ്, സ്ലിം. ഇതിൽ എന്തായിരിക്കും? ബ്യൂട്ടിഫുൾ. ഓക്കെ, അടുത്ത്. What was the attitude of the princess? ഓക്കെ, എന്തായിരിക്കും അവളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അവളുടെ ആ ഒരു സ്വഭാവം? സ്വഭാവം എന്നല്ല,
അവളുടെ ആ ഒരു പ്രകൃതം എന്താണ്? വാസ് ഓൾവേസ് സാഡ്, ഹാപ്പി, ഗ്ലൂമി, ലൈവ്ലി. എന്തായിരിക്കും? Happy. Happy. ഓക്കെ, ഹാപ്പി. അടുത്ത. The queen offered something as a reward. What was it? ഓക്കെ, അങ്ങനെ ഇരിക്കെ ക്യൂൻ, നമ്മുടെ രാജാവ്, സോറി രാജ്ഞി, എന്തോ ഒരു സമ്മാനം, ഒരു റിവാർഡ് അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞു. എന്തായിരിക്കും ആ റിവാർഡ്? ഒരു Ring. ഓക്കെ, Gold coins. ഗോൾഡ് കോയിൻ, സാക്ക് ഓഫ് റൈറ്റ്. അപ്പൊ അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത് റിംഗ് അല്ലെങ്കിൽ ഗോൾഡ് കോയിൻസ്. റിംഗ് ആയിരിക്കും യോജിക്കുക, അല്ലേ? ആ. അടുത്ത. What did the musician play on? അവിടെ ഒരു മ്യൂസീഷ്യൻ ഉണ്ടായിരുന്നു എന്ന് വെക്കുക. അപ്പൊ ആ മ്യൂസീഷ്യൻ എന്തായിരിക്കും അവിടെ ചെയ്യുക? അവിടെ എന്തായിരിക്കും പ്ലേ ചെയ്യുക അവിടെ വെച്ച്? A flute. എന്തായിരിക്കും? ഓക്കെ, ഫ്ലൂട്ട്, ഗിറ്റാർ, ഹാർമോണിയം, പിയാനോ. അത് ഓക്കെ, അവിടെ പണ്ടത്തെ കാലമല്ലേ, അപ്പൊ അതുകൊണ്ട് ഒരു ഫ്ലൂട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അടുത്ത. What did the fairy and the joker do? അവിടുത്തെ ഫെയറിയും ജോക്കറും എന്തായിരിക്കും ചെയ്യുക? ഫെയറി എന്ന് പറഞ്ഞാല് മാന്ത്രികമായ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആള്. Fairy Blessed her. cast a Blessed her. magic spell. Hmm. The Joker told jokes. ഓക്കെ ഓക്കെ. Joker told. അടുത്ത. There was a young man in the story. What was he? ഓക്കെ, അതില് ഓക്കെ മ്യൂസീഷ്യൻ വാസ് ഇൻ ദ സ്റ്റോറി. വാട്ട് വാസ് ഹി? ഓക്കെ, ചിലപ്പോ ഒരു മ്യൂസീഷ്യൻ ആവാം, ടീച്ചർ ആവാം, ഓക്കെ, ആര് വേണോ ആവാം. അടുത്ത. The boy in the story had a pet. What was it? A cat. സ്റ്റോറിൽ A squirrel. ഓക്കെ, സ്ക്വയറൽ, പാരറ്റ്. ഇഷ്ടമുള്ളത് എഴുതിക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. അടുത്ത. What happened when the princess saw the pet? ഓക്കെ, എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം? Happy. ഓക്കെ, ഹാപ്പി, Excited. എക്സൈറ്റഡ്. അടുത്ത. Who won the prize? ആരായിരിക്കും സമ്മാനം നേടിയിട്ടുണ്ടായിരിക്കുക? No one. No one. ആരാ? No one. ഓക്കെ, നോ വൺ. അപ്പോ ഓക്കെ, അപ്പൊ ഈ ഒരു കഥ എന്താണെന്ന് മനസ്സിലായോ? ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിവിടെ പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ നമുക്ക് പലതരത്തിൽ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം. ചിലപ്പോ ഈ രാജകുമാരി അല്ലെങ്കിൽ ഈ രാജ്ഞിയുടെ മകൾ ഒരു ഓൾവേസ്, നമ്മളിപ്പോ പറഞ്ഞത് ബ്യൂട്ടിഫുൾ എന്നാ പറഞ്ഞത്, ബ്യൂട്ടിഫുൾ, പ്രെറ്റി എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ അതിനെ അഗ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? ഓക്കെ, അഗ്ലി അല്ലെങ്കിൽ സ്ലിം എന്ന് പറഞ്ഞതിന് ശേഷം അവൾ എപ്പോഴും സാഡ് ആയിരുന്നു. സാഡ് ആയതുകൊണ്ട് രാജാവ് ഒരു ഇത് കൊടുത്തു. അത് അവിടെ ഒരു മ്യൂസീഷ്യൻ ഉണ്ടായിരുന്നു. മ്യൂസീഷ്യൻ അപ്പൊ എപ്പോഴും ഹാർമോണിയം വായിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഒരു സാഡ് മ്യൂസിക് വായിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓക്കെ, ഫെയറി, അതെല്ലാം ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഒരു പെറ്റ് ഉണ്ടായിരുന്നു. ആ പെറ്റിനെ കണ്ടപ്പോ, എന്ത് പെറ്റാ, ഇപ്പോ ഒരു ക്യാറ്റ് ആവാം, പാരറ്റ് ആവാം. അപ്പോ ആ പ്രിൻസസ്, രാജകുമാരി കണ്ടപ്പോ എന്ത് തോന്നി? പെട്ടെന്ന് ഫ്രൈറ്റ് ഉണ്ടെന്ന് എഴുതി കഴിഞ്ഞാൽ പേടിച്ചു. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് കഥയെ മാറ്റി എഴുതാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ ഈ ഒരു കഥയെ എഴുതുക. അതാണ് ഇവിടെ ഈ ഒരു ആക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ ബിഗിനിങ് എഴുതുക, അതിന്റെ ഡെവലപ്മെന്റ് എഴുതുക, അതിന്റെ ട്വിസ്റ്റ്, സംതിങ് ഹാപ്പൻഡ്, അത് എഴുതുക, എൻഡിങ് എഴുതുക, അവസാനം കൺക്ലൂഷൻ എഴുതുക. ഈ രീതിയിൽ ഇത് എഴുതണം. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ഇത് മനസ്സിലായി. കുറച്ച് സമയം കൂടെ ഉള്ളു കേട്ടോ. അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോവാം. This is given in a jumbled order. Rewrite the story in the correct sequence. ഇവിടെ ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. അത് Activity 4. ആക്ടിവിറ്റി 4 തന്നെയാണ് കഥ എഴുതേണ്ടത്. Once upon a time there was a king and queen and she had a daughter. They lived in palace. She had a daughter.
ഷി ഈസ് ബ്യൂട്ടിഫുൾ ഓർ അഗ്ലി. ആ രീതിയിൽ ആ കഥ എഴുതുക. പക്ഷെ അത് എഴുതുന്ന എങ്ങനെയാണ്? ഇപ്പോ ഫസ്റ്റ് 1 സെക്കൻഡ്. ഫസ്റ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് ഇപ്പൊ ഇതെന്ന് പറയുന്നത് ബിഗിനിങ് ആണ്. ഓക്കെ, ഓക്കെ. ഫസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബിഗിനിങ് ആയിട്ട് എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് എഴുതാം? അത് കഴിഞ്ഞിട്ട് എന്താ വരുന്നത്? ഡെവലപ്മെന്റ് എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോ ബിഗിനിങ് എന്ന് എഴുതിയിട്ട് അതിന്റെ തുടക്കം എന്താണ്, ആര്, എന്ത്, എങ്ങനെ എന്നുള്ള എഴുതുക. അതിന്റെ ഡെവലപ്മെന്റ് എന്ത് എന്നൊക്കെ എഴുതുക. അത് കഴിഞ്ഞിട്ട് സംതിങ് ഹാപ്പൻഡ്, Things come to an end. ഓക്കെ, സംതിങ് ഹാപ്പൻഡ് ഓർ ട്വിസ്റ്റ്. നമുക്ക് ട്വിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് തിങ്സ് കം ടു എൻ എൻഡ്. ഞാൻ എഴുതുന്നില്ല. തിങ്സ് കം ടു എൻഡ്, എൻഡിങ് എഴുതുക. അത് കഴിഞ്ഞ് കൺക്ലൂഷൻ, എൻഡിങ്, പിന്നെ Conclusion. അപ്പോ ഈ രീതിയിൽ നിങ്ങളത് എഴുതണം. ഓക്കെ അല്ലേ? ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾ എഴുതിയിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി. ഞാനത് കറക്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോ അഞ്ചാമത്തെ ആക്ടിവിറ്റി ഇവിടെ ഒരു കഥ കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് തെറ്റായ ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനെ നമ്മൾ കറക്റ്റ് ആക്കി എഴുതണം. Okay, first one. A big bad wolf saw the first and second pigs and decided to make a meal of them. ഒരു ചെന്നായ, ഒരു വലിയ ചെന്നായ, ഒരു ബിഗ് ബാഡ് വോൾഫ്, അതായത് മോശമായ ഒരു ചെന്നായ, ഒരു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പിഗ്സ്, ഒന്നാമത്തെ രണ്ടാമത്തെ ചെന്നായെ കണ്ടു. ആൻഡ് ഡിസൈഡഡ് ടു മേക്ക് മീൽ ഓഫ് ദം. അവര് ഇതിനെ പിടിച്ച് തിന്നാൻ നോക്കി. Now the two little pigs were terrified and they ran to the third pig's house. അതായത് അത് കണ്ട് ഇവര് പേടിച്ച് മൂന്നാമത്തെ പിഗിന്റെ വീട്ടിലേക്ക് പോയി. Even though the pig tried to hide in their house, the wolf blew it down a minute. അവര് ആ മൂന്നാമത്തെ വീട്ടില് താമസിക്കാൻ നോക്കിയെങ്കിലും അത് കാറ്റിൽ, അതായത് ഒരു ഊതി അതിനെ, ആ വീടിനെ നശിപ്പിച്ചു. The wolf tried to huff and puff the house down, but he could not, and he died in an attempt. അതായത് ഈ പുകയിലും എല്ലാം അത് ആ വീടിനെ നശിപ്പിക്കാനും എല്ലാം നോക്കി. പക്ഷേ അത് നടക്കാതെ തന്നെ അവനത് മരിക്കുകയാണ് ഉണ്ടായത്. The third pig worked hard all day and built his house strong with bricks. അതായത് ഈ മൂന്നാമത്തെ പന്നി എന്താ ചെയ്തേ? build his house strong with bricks. അവന്റെ വീടുണ്ടാക്കിയത് കല്ല് കൊണ്ടായിരുന്നു. The next one. The first and the second pigs were lazy and they built their house very quickly with straw. അതെ, വൈക്കോല് കൊണ്ടായിരുന്നു അവര് ഒന്നാമത്തെ രണ്ടാമത്തെയും പിഗ് വീട് ഉണ്ടാക്കിയിരുന്നത്. The two little pigs now felt sorry for being so lazy. They too built their house with bricks and lived happily ever after. അതെന്ന് പറയുന്നത് കൺക്ലൂഷനാണ്. അപ്പൊ ഈ ഒരു സ്റ്റോറിയെ എങ്ങനെ ഇത് ചെയ്യാം? അപ്പൊ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് once there were 3 little pigs. once there lived 3 little pigs എന്നുള്ള കാര്യം അതവിടെ ഉണ്ട്. അപ്പൊ ഇനി അടുത്ത സെന്റൻസ് എന്തായിരിക്കും വരിക? പറയ്. The third pig worked hard all day. The third pig. അത് അപ്പൊ തേർഡ് പിഗ് എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ഒന്നാമത്തെ രണ്ടാമത്തെ പന്നിയെ കുറിച്ച് പറയണ്ടേ? അപ്പൊ First and the second pigs were lazy and they built their houses very quickly with straw.
The first and second pigs were lazy and they built their house very quickly with straw. അതായത് ആദ്യം നമ്മൾ പറഞ്ഞു once there lived 3 little pigs. 3 പന്നികൾ ഉണ്ടായിരുന്നു. അതില് ഒന്നാമത്തെ രണ്ടാമത്തെ ആള് എന്തുകൊണ്ടാ ഇത് വീടുണ്ടാക്കിയത്? സ്ട്രോ കൊണ്ട്. അപ്പൊ അടുത്ത സെന്റൻസ് എന്ത് വരും? സാർ ഒരു ഡൗട്ട് ഉണ്ട്. നാലാമത്തെ ഒരു സെന്റൻസ് ഉണ്ടല്ലോ, the wolves tried. അതില് ഈ ഹഫ് ആൻഡ് പഫ് എന്നായിരിക്കും. ഹഫ് ആൻഡ് പഫ് അല്ലേ? അതായത് അതിനെ ഇടിച്ച് കളയാനായിട്ട് അവ ഊതി നോക്കി, ഓരോന്ന് ചെയ്ത് നോക്കി, അതിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്നുള്ള ആ ഒരു ഇത് നോക്കി. അത് നടന്നില്ല. അപ്പൊ അതിനാണ് ഹഫ് ആൻഡ് പഫ് ദ ഹൗസ് ഡൗൺ. അവന്റെ മാക്സിമം അത് ട്രൈ ചെയ്തു, എന്നിട്ട് നടന്നില്ല. ആ ട്രൈ ചെയ്തതിനെയാണ് പറയുന്നത്. ഓക്കെ, അത് മാക്സിമം അതിന്റെ കഴിവെല്ലാം ഉപയോഗിച്ച് അതിനെ പൊളിക്കാൻ നോക്കി, ആ വീട്ടിന്റെ അകത്തേക്ക് കയറാനായിട്ട് നോക്കി. അത് ഇടിച്ചു പൊളിക്കുക, അല്ലെങ്കിൽ ഇത് അതിന് ആദ്യം ഈ വക്യോലൊക്കെ ബ്ലൂ ചെയ്തു, അതായത് ഇത് ഊതിയാണ് പറപ്പിച്ചത്. അപ്പൊ അത് ചെയ്തു നോക്കി, അത് മാക്സിമം വന്ന് അടിച്ചു നോക്കി, ഇടിച്ചു നോക്കി, അത് മാക്സിമം അറ്റംപ്റ്റ്സ് എല്ലാം നടത്തി. അതാ ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ. അപ്പൊ മൂന്നാമത്തെ സെന്റൻസ് എന്ത് വരും? അതായത് ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് once there lived 3 little pigs. അതാണ് ഫസ്റ്റ് വൺ. രണ്ടാമത്തത് second pigs were lazy and they built their house very quickly with a straw. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് വരും? A big bad wolf. Third pig worked hard all day and built his house strong with bricks. അതായത് വൈഷ്ണവി, അത് നമ്മൾ നോക്കുമ്പോ ആദ്യം നമ്മൾ പിഗിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് പറയണം. അവര് ഇപ്പൊ 3 പിഗ് ഉണ്ടായിരുന്നു. ഇത് ഒരു കഥയാണ്, ഇതൊരു ഫേബിൾ ആണ്, കഥയാണ്. അതിലിങ്ങനെ പറയുന്നുണ്ട്. അതായത് ആദ്യം 3 പന്നികൾ ഉണ്ടായിരുന്നു. അവരിലെ 2 പേര് ലേസി ആയിരുന്നു, ഒരാള് നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയല്ലേ പറയത്തുള്ളൂ. ഓൾഫ് വരുന്നതിന് മുമ്പ് നമ്മൾ പറയുക ഇങ്ങനെയായിരിക്കും. അപ്പൊ 2 പേര് വക്യൂര് കൊണ്ട് വീടുണ്ടാക്കി, മൂന്നാമത്തെ ആള് പക്ഷെ കല്ലുകൊണ്ട് നല്ല വൃത്തിക്ക് ഇത് ഉണ്ടാക്കി. ഓക്കെ, അപ്പൊ ഇത് എന്താ ആൻസർ വരിക? The third pig worked hard all day and built his house strong with bricks. ഓക്കെ, അപ്പൊ അടുത്തത് എന്ത് വരും? Bad wolf saw the first and A big bad wolf saw the first and second pigs and decided to make a meal of them. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോ ഒരു ബാഡ് ഓൾഫ്, അതായത് ഒരു ചെന്നായ അവരെ കണ്ടതിന് ശേഷം അപ്പോ അവന്റെ ആഹാരമാക്കി മാറ്റാനായിട്ട് അവൻ തീരുമാനിക്കേണ്ടായി. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ അടുത്തെന്ത് വരും? Now the 2 little pigs were terrified and they ran to the third pig's house. ഓക്കെ, അപ്പോ അവരെ decided to make the meal and now the 2 little pigs were terrified and they ran to the third pig's house. അപ്പോ അതിനുശേഷം tried to hide in their house. അതാണോ വരിക? ഒന്നുകൂടെ നോക്കിക്കേ. അല്ല, even though the pigs tried to hide in their house, the wolf blew it down in minutes. അപ്പോ അവന്റെ വീടും ഓക്കെ, അപ്പോ അവര് നേരെ അവരുടെ വീട്ടിലേക്ക് പോയി, ഇത് വക്യോരുകൊണ്ടുള്ള വീട്ടിലേക്ക് പോയി. അവിടെ വെച്ച് എന്ത് ചെയ്തു? പക്ഷെ ആ ചെന്നായ അവന്റെ വീട് ഇടിച്ച് പൊളിച്ചു. അതായത് വക്യോലല്ലേ, ഊതി പറത്തി. അപ്പൊ എന്ത് ചെയ്തു? അടുത്തെന്ത് വരും? Now the 2 little pigs were terrified and they ran to the third pig's house. അതെ, അപ്പോ അത് കഴിഞ്ഞപ്പോ പന്നികൾ, ആ പിഗ്സ് പേടിച്ച് നേരെ ഓടി ആ മൂന്നാമത്തെ പിഗിന്റെ വീട്ടിലേക്ക് പോയി.
അടുത്ത്. The wolf tried to huff and puff the house down, but he could not, and he died in the attempt. ഓക്കെ, അത് കഴിഞ്ഞ് എന്ത് പറ്റി? അവരവിടെ നിൽക്കുമായിരുന്നു. അത് ബ്രിക്ക് കൊണ്ടുള്ള വീടായിരുന്നു. അതുകൊണ്ട് ആ വീട് പൊളിക്കാനായിട്ട് ഇവർ നോക്കിയപ്പോൾ അത് നടന്നില്ല. ആ ശ്രമത്തിനിടയിൽ ഈ ഓൾഫ്, അതായത് ചെന്നായ മരിച്ചു. അടുത്ത് ലാസ്റ്റ് സെന്റൻസ് തന്നെയാ. The two little pigs now felt sorry for being so lazy. അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലായി. And they too built their houses with bricks and lived happily ever after. അവര് അതിനുശേഷം ആ തെറ്റ് മനസ്സിലായി, ആ തെറ്റ് തിരുത്തിക്കൊണ്ട് അവരുടേതായ ആ ഒരു ബ്രിക്സ് കൊണ്ടുള്ള വീട് പണിഞ്ഞു. ഓക്കെ, അപ്പോ കഥ മനസ്സിലായോ? അപ്പൊ ഇത് നിങ്ങൾ റീഅറേഞ്ച് ചെയ്ത് എഴുതണം കേട്ടോ. എന്തായാലും ഞാൻ ഈ ചാപ്റ്ററിൽ ഇന്ന് പഠിപ്പിച്ചതിൽ ഞാൻ നാളെ ക്വസ്റ്റ്യൻ ചോദിക്കില്ല. എന്നാലും അത് അടുത്ത എക്സാമിന് ഇത് കാണത്തുള്ളൂ. അപ്പോ ഓക്കെ, ഏകദേശം 6 മണിയാവാറായി. അപ്പൊ നമുക്ക് അടുത്ത ആക്ടിവിറ്റീസ് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് എടുക്കാം. ഒരു ഡൗട്ട് ഉണ്ട്. ചോദിക്ക്. ഇത് ഡയറി എഴുതുമ്പോ ഡേറ്റും പിന്നെ ഇന്നത്തെ കാര്യം ഡയറി എഴുതുമ്പേ ഡേറ്റ് മാത്രം, ഡേറ്റും പിന്നെ ഇങ്ങനെ ഇന്നത്തെ കാര്യം എഴുതുക. അത് കഴിഞ്ഞ് അവസാനല്ലേ എഴുതാണോ? അവസാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതണം നിർബന്ധമില്ല. അവസാനം വേണമെങ്കിൽ എഴുതാം എൻഡ് ഓഫ് എ ഗുഡ് ഡേ, അല്ലെങ്കിൽ ഒരു മോശം ദിവസമായിരുന്നെങ്കിൽ ഇറ്റ് വാസ് എ ടു ടെറിബിൾ ഡേ, ഇറ്റ് വാസ് നോട്ട് ആസ് എക്സ്പെക്റ്റഡ്. അതുപോലെ ഇഷ്ടമുള്ള കാര്യം അവസാനം വേണമെങ്കിൽ എഴുതാം, അത്രേ ഉള്ളൂ. ഈ ലെറ്റർ എഴുതുമ്പോ സാറ് സബ്ജക്റ്റ് തരുമോ? ഞാൻ സബ്ജക്റ്റ് തരും. ഇപ്പോ വേണമെങ്കിൽ ഒരു തരാൻ, മിക്കവാറും നിങ്ങൾക്ക് ലീവ് ലെറ്റർ ആയിരിക്കും. ഇപ്പൊ ലീവ് ലെറ്റർ അല്ലെങ്കിൽ ഞാൻ ആലോചിക്കട്ടെ, ഞാനത് പറയാം. ഇത് എന്തായാലും ക്വസ്റ്റ്യനിൽ ഒരു സബ്ജക്റ്റ് തരും. മിക്കവാറും ലീവ് ലെറ്റർ ആവാനായിരിക്കും സാധ്യത. പക്ഷെ ഡയറിക്ക് ഞാനൊരു കോണ്ടെക്സ്റ്റ് തരും. ഇപ്പൊ ചിലപ്പോ ആരും എന്തോ പറഞ്ഞിട്ട് പോയല്ലോ. ഓക്കെ അപ്പോ ഡയറിക്കും ഞാനൊരു കോണ്ടെക്സ്റ്റ് തരാം. അത് ചിലപ്പോ നിങ്ങൾ ഒരു ട്രിപ്പ് പോയതിന്റെ ഒരു ഇതായിരിക്കാം. ചിലപ്പോ മിക്കവാറും നിങ്ങൾ ട്രിപ്പ് ആയിരിക്കും തരിക. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ഇപ്പോഴേ അങ്ങ് പറയുക. അപ്പൊ അതിനനുസരിച്ച് പഠിച്ചോ. അതപ്പോ ഒരു ട്രിപ്പ് ആയിരിക്കും. അപ്പൊ അതിൽ നിങ്ങൾ ആ ദിവസത്തെ അനുഭവം, ഇപ്പൊ അല്ലെങ്കിൽ ട്രിപ്പ് അല്ലെങ്കിൽ അത് പോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിലുള്ള ഫസ്റ്റ് ഡേ ചിലപ്പോ അതായിരിക്കാം. അപ്പൊ ഇഷ്ടമുള്ള ടോപ്പിക് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാത്തത് കൊണ്ട് അടുത്തിനെ ആലോചിച്ചിരുന്ന് പതുക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. അത് രാത്രിയോ നാളെ രാവിലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടാക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ച് ഏതെങ്കിലും ഒരു ടോപ്പിക് തരും, ആ ടോപ്പിക് അനുസരിച്ച് എഴുതിയാൽ മതി. എത്ര മാർക്കിനെല്ലാം കൂടെ? അത് കഴിഞ്ഞ മിഡ് ടേം എത്ര മാർക്കിനായിരുന്നു? 25 25 അപ്പൊ 25 തന്നെ ഇപ്പോഴും. അതിലിപ്പോ 5 മാർക്ക് ഇതിന് പോവും, 5 മാർക്ക് ഡയറി റൈറ്റിങ്ങിന് പോവും, 5 മാർക്ക് ലെറ്റർ റൈറ്റിങ്ങിന് പോവും. അത് കഴിഞ്ഞിട്ട് 15 മാർക്ക് കൂടെ ഉണ്ട്. അതിലെന്തെങ്കിലും ഇതിലുള്ള ആക്ടിവിറ്റീസോ എന്തെങ്കിലും തരികയോ എന്തെങ്കിലും ചെയ്യാം. ഹാൻഡ് റൈറ്റിംഗ് എനിക്ക് വായിക്കാൻ പറ്റും, അത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾ തെറ്റെഴുതി കഴിഞ്ഞാൽ ഞാൻ മാർക്ക് കുറയ്ക്കും. ഈവൻ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ മാർക്ക് കുറയ്ക്കും ഇപ്രാവശ്യം. കാര്യം നിങ്ങൾ വെട്ടിയിട്ട് എഴുതിയ ഒരു കുഴപ്പമില്ല. നിനക്ക് ഇഷ്ടമുള്ള പോലെ വെട്ടിക്കോ എഴുതിക്കോ. ഹാൻഡ് റൈറ്റിംഗിന് മാർക്കുണ്ടോ? ഹാൻഡ് റൈറ്റിംഗിന് മാർക്ക് വേണോ? ഒരു 2 മാർക്കെങ്കിലും. ഓക്കെ, അത് ആരാ വേണ്ടെന്ന് പറഞ്ഞേ? സിയാനോ? എനിക്ക് തോന്നി. അത് നിന്റെ കഴിഞ്ഞ എക്സാം പേപ്പർ ഞാൻ തിരുത്തിയപ്പോ എനിക്ക് മനസ്സിലായത് നിന്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണ് എന്നുള്ളത്. അപ്പൊ എന്തായാലും ആണോടാ? ഓക്കെ,
എന്തായാലും ഒരു കാര്യം ചെയ്യും, ഹാൻഡ് റൈറ്റിങ്ങിന് ഓക്കെ അങ്ങനെ മാർക്കായിട്ട് ഞാൻ നോക്കട്ടെ. ക്വസ്റ്റ്യൻ ഒന്നും വേറെ കിട്ടിയില്ല എങ്കിൽ അതിനൂടെ മാർക്ക് ഇടാം. അല്ല എങ്കിൽ ഇപ്പോ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണ്, നന്നായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെ അക്ഷരത്തെറ്റൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. മനസ്സിലായോ? അല്ലാതെ അക്ഷരത്തെറ്റ് മാക്സിമം ഒഴിവാക്കുക. എഴുതുന്ന അക്ഷരങ്ങൾ വായിക്കാൻ പറ്റണം. ഇപ്പൊ നിങ്ങൾ കൂട്ടക്ഷരത്തിൽ എഴുതുന്നവരുണ്ടാവും, അപ്പോൾ അതൊന്നും പ്രശ്നമല്ല. പക്ഷെ വായിക്കാൻ പറ്റുന്ന രീതി എഴുതുക. പിന്നെ ഇത് ഈ കാക്ര വീക്ര ഇത് വരച്ചെറിച്ച് ഇത് വെട്ടരുത്. വെട്ടുകയാണെങ്കിൽ നീ ഏത് വാക്കാണോ എഴുതുന്നത് ആ വാക്കിൽ ഒറ്റ ലൈൻ, അതായത് അതിന്റെ പുറത്തൂടെ ഒരു സ്ട്രൈക്ക്, അത് മാത്രമേ പാടുള്ളൂ. രണ്ടാമതൊരു വര അതിന്റെ പുറത്തൂടെ വരണ്ട. കേട്ടോ? അപ്പൊ വെട്ടുന്നത് ആ രീതി വെട്ടിയാൽ മതി. അത് വെട്ടിയതാണെന്ന് എനിക്ക് ജസ്റ്റ് മനസ്സിലായാൽ മാത്രം മതി. ഇപ്പോ എന്തായാലും ഫോട്ടോ എടുത്ത് അയക്കേണ്ടതല്ല, അവിടെ സ്കൂളിൽ പേപ്പർ കൊണ്ട് തരേണ്ടതാ. അപ്പൊ അതുകൊണ്ട് ഇത് വ്യക്തമായിട്ട് വായിക്കാൻ പറ്റും, ഫോട്ടോ അല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് പ്രശ്നമല്ല. അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ എഴുതിയാൽ മതി. പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങളിപ്പോ കുറെ വാക്കുകൾ ഇത് ഡെയിലി എഴുതുന്നുണ്ട് ആണല്ലോ. ആ വാക്കുകൾ ഇതിൽ എവിടെയെങ്കിലും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾ പുതിയ വാക്കുകൾ ഇൻക്ലൂഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും മാർക്ക് കുറഞ്ഞാലും ആ മാർക്ക് ഞാൻ കുറയ്ക്കാതെ ഞാൻ മാർക്ക് ഇട്ട് തരും. അതായത് ചിലപ്പോൾ 2 മാർക്കൊക്കെ എക്സ്ട്രാ വീഴാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ മനസ്സിലായോ നിങ്ങൾ നേരത്തെ ചെയ്ത ആക്ടിവിറ്റിയുടെ ഗുണം? 2 മാർക്ക് വെറുതെ കിട്ടല്ലേ. ഇനി അടുത്തൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾ ഇത് കുറെ വാക്കുകൾ ഇപ്പൊ എഴുതിയിട്ടുണ്ടല്ലോ. ഈ വാക്കുകളെല്ലാം ഒരുമിച്ച് എഴുതണം. ഒരുമിച്ച് എഴുതിയിട്ട് എനിക്ക് അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തരണം. കേട്ടോ? എല്ലാ വാക്കുകളും ഇപ്പൊ എഴുതിയിട്ടുള്ള, അതായത് പത്രത്തിൽ നിന്ന് എഴുതിയിട്ടുള്ള എല്ലാ വാക്കുകളും, ആർഷ ആർദ്ര ഇതുവരെ ഒന്നും എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഇനിയുള്ളത് അങ്ങനെ എഴുതുക. അടുത്ത ഒരാഴ്ച എഴുതിയതിന് ശേഷം ആർഷയും ആർദ്രയും ഇങ്ങനെ 7 ദിവസം കൊണ്ട്, ഇപ്പൊ എന്തായാലും 7 അല്ലെങ്കിൽ 2 വാക്ക് വെച്ച് എഴുതുകയാണെങ്കിൽ 14 വാക്ക്, ആ രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. അതിനെ എഴുതി അയച്ചു തരണം. അത് പക്ഷെ നിങ്ങൾ പഠിക്കുകയും വേണം. ഞാനത് ചോദിക്കും. 6 മണി 6 മണി കഴിഞ്ഞു, അത് കുഴപ്പമില്ല. ഞാൻ അല്ലെ അടുത്ത മീറ്റിംഗിന്റെ ഹോസ്റ്റ് ഞാൻ തന്നെയാണ്, അതുകൊണ്ട് അത് പ്രശ്നമില്ല. കേട്ടോ?